അന റബ്ബുക്കുമുൽ അഅല എന്നും പറഞ്ഞ് ഗർവ് നടിച്ച ഫിർഔനിനെ കാലത്തിനറിയാം. അവസാനം നദിയിൽ മുങ്ങി മരിക്കുമ്പോ അമൻതു ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, എല്ലാ നകളിപ്പും എല്ലാ അഹങ്കാരവും കിബറും മുജുബും കുനുട്ടും തൻ്റെ ഭൗതികമായ സാമ്രാജ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ആമൻതു ബി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ രക്ഷിതാവാം അള്ളാഹുവിൽ ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. ഇത് കാലത്തിനറിയാം. ഇപ്പൊ ഗർവ് നടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഫിർഔനിന്റെ ചരിത്രം കാലം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടേതും നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്ര ശിക്ഷിച്ചു. അടുത്തേക്ക് എത്താൻ പറ്റാത്ത വിധം കഠിനമായ തീക്കുണ്ടാരൊരുക്കി പ്രതാപം കാണിക്കാൻ. അല്ലെ ഇബ്രാഹിം നബിനെ കൊല്ലാൻ എന്തിനാ അത്ര വലിയ ഒരു തീക്കുണ്ടാരം? ചെറിയൊരു അടുപ്പൂട്ടിട്ടേക്ക് തള്ളിയിട്ടാ പോരെ, കയ്യും കാലും കെട്ടിയിട്ട്. ആളെ നകളിപ്പിന്റെ ഊക്കാണത്, മല പോലത്തെ തീ. നിർമ്മിച്ചപ്പോൾ അബദ്ധം മനസ്സിലായത്, അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ അങ്ങനെ തോട്ടിട്ട് എനിക്ക് ഇടാൻ പറ്റണ്ടേ, അടുത്തേക്ക് പോയാൽ കരിഞ്ഞു മജാതി തീ. അപ്പോഴാണ് ഇബ്ലീസ് വരുന്നത്. അയാൾ പ്രത്യേകമായ ഒരു കവണ രൂപീകരിക്കുന്നത്, അതിലൂടെ കയറ്റിയിട്ട് ഇബ്രാഹിം നബിയെ വിടാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പറന്നു പോവുകയാണ് തീയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈ ഉമ്മത്തിനോട് ഏറ്റവും ബന്ധമുള്ള പ്രവാചകൻ, മുത്തറസൂൽ കഴിഞ്ഞാൽ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ. മലക്ക് വരുന്നുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം, എന്ത് ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. ഇബ്രാഹിം നബി പറഞ്ഞു, ഒന്നും വേണ്ടെന്ന്, എൻ്റെ റബ്ബ് എന്താ വിചാരിക്കുന്നത് അത് നടക്കട്ടെ എന്ന്. ഇതാണ് തവക്കുലിന്റെ മൂർത്തഭാവം. മലക്കിനോട് എന്നെ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുപോയി എൻ്റെ വീട്ടിലെത്തിക്കെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇബ്രാഹിം നബി ആകുന്ന ഉന്നതന്റെ തത്വയോട് അത് യോജിക്കൂല. മൂപ്പരാൾ പറഞ്ഞു, ഇപ്പൊ തൽക്കാലം ഒരു സഹായം വേണ്ട, റബ്ബിന്റെ തീരുമാനം നടപ്പിലാവട്ടെ. ആ സമയത്ത് യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ആസറുണ്ട്, ഇബ്രാഹിം നബിയുടെ എളാപ്പ, ഭയങ്കര നിഷേധിയായിരുന്നു. ആളെ സംസ്കരിക്കാൻ ഇബ്രാഹിം നബി ധാരാളമായി അധ്വാനിക്കുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി ആ തീൻ്റെ ഉള്ളിൽ ഇങ്ങനെ മനോഹരമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ മൂപ്പരാൾ പറഞ്ഞു, എങ്ങനെ ഇപ്പോൾ ഓന് കരിയ, ഓൻ നമ്മളെ കുടുംബമല്ലേ, ഓനൊക്കെ ഞങ്ങളെ ഫാമിലി അല്ലേ. ഒരു ചെറിയ പൊരി വന്നു എന്നാണ്, മൂപ്പര തലയിൽ വീണു എന്നാണ്. പിന്നെ മൂപ്പരെ കാണുന്നത് വെറും ഭസ്മായിട്ടാണ്. അങ്ങനത്തെ നകളിപ്പ് പടച്ച റബ്ബ് വയ്ക്കൂല. ഇത് കാലം കണ്ടിട്ടുണ്ട്. അപ്പൊ അഹങ്കാരം കാട്ടി നടക്കുന്നവരോട് ഖുർആൻ പറയാ, വല്ല സർ കാലമാണേ സാക്ഷി. ഏത് കാലം? നമ്രൂദിനെ കണ്ട കാലം, ഹാമാനെ കണ്ട കാലം, ഖാറൂനെ കണ്ട കാലം. സ്വർഗം നിർമ്മിച്ചു. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചോല രണ്ടുപേരും, ഹാമാനും ഖാറൂനും ഒക്കെ. സ്വർഗം നിർമ്മിച്ചു പണക്കാരനായതുകൊണ്ട്. 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു അയാളുടെ സമ്പത്ത് എന്നാണോ? അല്ല, അയാളുടെ ഗോഡൌണിന്റെ താക്കോല്. ഗോഡൌൺ എത്ര ഉണ്ടാവും? ഗോഡൌണിൽ എത്ര വസ്തുക്കൾ ഉണ്ടാവും? ആ ചെങ്ങാതിന്റെ ഗോഡൌണിന്റെ താക്കോലുകൾ 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു. താക്കോൽ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലുപ്പുണ്ടാവോ? ഇത്ര പോകുന്ന സാധനങ്ങൾ 70 ഒട്ടകങ്ങൾ ചുമക്കുക എന്ന് പറഞ്ഞാൽ, അന്നത്തെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ഈ ലൈലൻഡിന്റെ ദോസ്ത് വലിക്കണ സാധനം വലിക്കും. അജാതി സാധനങ്ങളാകുന്ന ഒട്ടകങ്ങൾ 70 ചുമന്ന് കൊണ്ടു കിടക്കണം. അയാളുടെ ചാവിക്കൂട്ടം ഗോഡൌണിന്റെ അത്ര സമ്പത്ത് വന്നു. അയാൾ സ്വർഗം നിർമ്മിച്ചു. വേദങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞതുപോലെ സ്വർഗത്തിലുള്ളതെന്ന് പറയുന്ന എല്ലാ സംഗതികളും വെച്ചു. പാലിന്റെ അരുവികൾ ഉണ്ടാക്കി, തേനിന്റെ ധാരാളിത്തം കൊണ്ട് സ്വർഗത്തെ മൂടിയ ആൾ. എല്ലാ സൗകര്യങ്ങളും മദാലസകളെ കൊണ്ടുവന്നു പൂർലിംഗങ്ങൾക്ക് പകരം. അങ്ങനെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എല്ലാ പരിവാരങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, എല്ലായിടത്തും അരങ്ങ് തൂക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. ഇയാൾ വന്ന് അയാളുടെ കാല് പൊക്കി സ്വർഗത്തിലേക്ക് കയറാനായുമ്പോ ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബിന്റെ കൽപ്പന, ആ കാല് നിലത്ത് വെക്കരുത്. ടിം, തീർന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു കൊടുത്തില്ല റബ്ബ് താല. അതിന്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്തില്ല. ആ നകളിപ്പും എല്ലാം ഒരുക്കി വെച്ചിട്ട് തൻ്റെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ കാലെടുത്ത് വെക്കുമ്പോ ആ നിമിഷത്തിന്റെ അർദ്ധഭാഗം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട് ബാക്കിലേക്ക് മലന്ന് വീഴുന്ന ആ മഹാഭീകരനെ കണ്ട കാലത്തെ മുന്നിൽ വെച്ച് റബ്ബ് പറയുന്നു, നിങ്ങൾക്ക് നകളിപ്പ് വേണമെന്ന്, അഹങ്കാരം കാണിക്കുന്നോന്ന്, പാവങ്ങളെ പരിഗണിക്കൂലേ എന്ന്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്ന റബ്ബ് പറയുന്നു. എന്തായിരിക്കും ആ അവസ്ഥ ആലോചിച്ച് നോക്കും. അങ്ങനെ കാലത്തിന്റെ ഇങ്ങേ തലക്ക് കുറെ ആളുകളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലത്തിനറിയാം, പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുന്ന ഭീകരൻ. പക്ഷെ കേട്ടുകേൾവി എന്താന്ന് വെച്ചാൽ ക്യാൻസർ പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തി എന്നാണ്.
ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാലത്തിനറിയാം. ക്യാൻസർ പിടിച്ച ഏതോ ആശുപത്രിയിലാണെന്നാണ്, ഒരു പൊതുവേദിയിലേക്കും വരാറില്ല എന്നാണ്, 3-ാം സ്റ്റേജോ 4-ാം സ്റ്റേജോ കഴിഞ്ഞു എന്നാണ്, ഇനി ഇങ്ങോട്ടില്ല അങ്ങോട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സർജറികൾ നടന്നുകൊണ്ടിരിക്കുന്നു, കീമോ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്വകാര്യ വാർത്തകൾ. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാലത്തിനറിയാം. എല്ലാം നകളിപ്പോയിട്ട് വന്ന ഓരോരുത്തരെയും ഈ അസറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹ് പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മാനവ സമൂഹം നഷ്ടത്തെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മോചനത്തിന്റെ മാർഗവും റബ്ബ് തആല വിശദീകരിക്കുന്നു. വളരെ ലളിതമായി 4 കാര്യങ്ങളാണ് അള്ളാഹു അതിന് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇല്ലല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം കൈക്കൊണ്ടവരൊഴികെ. ഇതിൻ്റെ സയന്റിഫിക്കായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കണില്ല, എൻ്റെ മുന്നിൽ ധാരാളം ഉണ്ട്. കാലത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠിച്ച പുതിയ കാല സയന്റിസ്റ്റാണ് നമ്മുടെ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ്. ആളും എംസ്റ്റീം ഫയലിലുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു 1.5 ഫയലാണ്, നിങ്ങളൊക്കെ കണ്ടു കാണും പേപ്പറിലൊക്കെ. പാവപ്പെട്ട പെൺകുട്ടികളെ സെക്സ് നടത്തി, തോന്നിയാസം നടത്തി കൊന്ന് വേവിച്ച് കഴിക്കുന്ന ഭീകരന്മാരാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അറബികളുടെ ചോറിൻ്റെ ഒക്കെ മേലെ ആടിനെ കാണാറില്ലേ, ഇങ്ങനെ കിടക്കണ്, അതേമാതിരി പെൺകുട്ടി കമന്ന് കിടക്കണ ഫോട്ടോ വരികയാണ്, വീഡിയോ വരികയാണ്. AI ക്രിയേറ്റ് ചെയ്തതല്ല, ഒറിജിനൽ. മുറിച്ച് കുട്ടികളെ വാരി തിന്നണവരാണ് ലോകത്ത് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കണ പലരും. ട്രംപ് പേരുണ്ട് അതിൽ, പണ്ടത്തെ വലിയ ബുഷ് ഉണ്ട്, ജോർജ് W ബുഷ് ആളുണ്ട്. പ്രമുഖരായ പലരും ഈ പാവപ്പെട്ട കുഞ്ഞുമക്കളെ റേപ്പ് ചെയ്ത് ആനന്ദം കണ്ടെത്തുകയും സാഡിസം അനുഭവിക്കുകയും പിന്നെ കൊന്നു തിന്നുകയും ചെയ്യുന്നവരാണ് എന്ന ഫയല് പുറത്തു വരികയാണ്. അസറിന്റെ പശ്ചാത്തലത്തിൽ അതിനും പ്രസക്തി ഉണ്ട്. ഇതൊക്കെ കാലത്തിനറിയാൻ നമ്മൾ മനസ്സിലാക്കണം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയാറില്ലേ. ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി റബ്ബ് 3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നു, 4 കാര്യങ്ങൾ മുമ്പിൽ വെക്കുന്നു. ഇല്ലല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം കൈക്കൊണ്ടവരൊഴികെ.